കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മത്സരം നടന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ ജില്ലയിലുള്ള അമ്പലപ്പുഴ എന്ന് പറയുന്നത്. അവിടെ സാധാരണയായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. എച്ച് സലാം എന്ന് പറയുന്ന CPM സ്ഥാനാർത്ഥി തന്നെ വളരെ എളുപ്പത്തിൽ ജയിച്ചു പോകേണ്ട ഒരു മണ്ഡലമാണ്. പക്ഷേ വലിയൊരു പ്രധാനപ്പെട്ട വിസ്മയമുണ്ടായത് യഥാർത്ഥത്തിൽ അവിടെയാണ്. കോൺഗ്രസിൻ്റെയും BD സതീശൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അത് G സുധാകരനാണ്. നമ്മൾ ആരും തന്നെ അദ്ദേഹത്തിന് ചില അസംതൃപ്തികളൊക്കെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ 1.5 കൊല്ലം മുമ്പ് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു. അതിനുശേഷവും നിരവധി തവണ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എങ്കിൽ പോലും അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകും എന്ന് നമ്മളാരും വിചാരിച്ചിരുന്നില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി അവിടെ എന്നെ സ്ഥാനാർത്ഥിയാക്കുമെങ്കിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ആ സമയത്തൊക്കെ തന്നെ അദ്ദേഹം വിചാരിച്ചിരുന്നത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് CPM അറിയാം. അപ്പോൾ കുറച്ചുകൂടി വിന്നബിലിറ്റി ഉള്ള കാൻഡിഡേറ്റുകളെ നിർത്താൻ CPM തയ്യാറാകും. അങ്ങനെ CPM തയ്യാറാകുമ്പോൾ അതിലൊരാളായി ഞാൻ പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല എന്ന് മനസ്സിലാക്കുന്ന നിമിഷത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്ലാൻ B കൂടി പുറത്തെടുത്തു. ആ പ്ലാൻ B എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം UDF ജോയിൻ ചെയ്യുകയും നേരത്തെ തന്നെ ചർച്ചകളൊക്കെ നടത്തിയിരുന്നതാണ്. അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹം സ്ഥാനാർത്ഥിത്വം ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒറ്റയ്ക്ക് പ്രഖ്യാപിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് ചെറിയ പ്രതീക്ഷകൾ CPM LDF ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം പറഞ്ഞത്, ഞാൻ മറ്റൊരു മണ്ഡലത്തിലും പ്രചരണത്തിന് വേണ്ടി പോകില്ല, ഞാൻ പാർട്ടി ഒരിക്കലും കുറ്റം പറയില്ല, കൂടാതെ പിണറായി വിജയൻ തുടരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ തരത്തിലുള്ളൊരു സമ്മർദ്ദത്തിന് വഴങ്ങണ്ട എന്നുള്ളത് CPM തീരുമാനിക്കുകയും CPM സ്വന്തം സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ പുറത്തു നിന്ന് പിന്തുണ കൊടുക്കാനായിട്ട് കോൺഗ്രസ്സുകാർ തയ്യാറായി. അങ്ങനെ തയ്യാറായതിലൂടെ വലിയ കടുത്ത വാശിയേറിയ ഒരു മത്സരം നടക്കാൻ പോകുന്നത് അമ്പലപ്പുഴ എന്ന് പറയുന്ന മണ്ഡലത്തിലാണ്. അപ്പോൾ അവിടെ G സുധാകരൻ ജയിക്കാനാണ് സാധ്യത എന്നുള്ളത് ഞാൻ എൻ്റെ അനാലിസിൽ, എൻ്റെ പ്രവചനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ CPM ആ സീറ്റ് കിട്ടാം എന്ന് ഞാൻ ഒരിക്കലും കണക്ക് കൂട്ടിയിട്ടില്ല എന്നുള്ളത് ചുരുക്കം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, BJPയിൽ നിന്ന് വലിയ ഒരു വോട്ടുകൾ, ഒരു 10,000-15,000 വോട്ടുകളെങ്കിലും G സുധാകരന് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞിരുന്നത്. അത് ഏറെക്കുറെ സാധ്യവുമാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPM ഒരു അനാലിസും CPM കണക്കുകളും ഒക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഹിന്ദു എന്ന് പറയുന്ന ആളുകളുടെ ഒരു നമ്പർ എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് 1,00,000-ലധികം വരുന്ന ഹിന്ദുക്കൾ അവിടെയുള്ളൊരു മണ്ഡലമാണ്. 43,000-ഓളം വരുന്ന മുസ്ലിംസ് ഉള്ളൊരു മണ്ഡലമാണ്. അതിൽ ഏതാണ്ട് ക്രിസ്ത്യൻസും ഒക്കെ തന്നെ ചെറിയൊരു വിഭാഗമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ചേരുന്നൊരു വിഭാഗത്തിൽ സാധാരണയായി അവിടെ കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യം, ഈ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും G സുധാകരൻ തന്നെ വ്യക്തിപരമായ ഒരു 10,000-ഓളം വോട്ടുകൾ പിടിക്കുകയും UDF വോട്ടുകൾ കൂടി ചേരുകയും ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ജയിക്കാം. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യത കുറവുണ്ടെങ്കിൽ BJPയിൽ നിന്ന് ഒരു 10,000-15,000 വരെ ഒക്കെ ഉള്ള വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടാമെന്ന് പറയുന്ന സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോൾ പോലും CPM വിചാരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒരു 43,000-ഓളം വരുന്ന മുസ്ലിം വോട്ട് ബാങ്കുകളുണ്ട്. അതിൽ SDP അടക്കം നേരത്തെ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിരുന്നു. നിർത്തിയിരുന്നെങ്കിൽ വലിയ സ്പ്ലിറ്റ് ഉണ്ടായേനെ. പക്ഷേ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, അവരേറ്റവും ഒടുവിൽ പിൻവലിച്ചു. അപ്പോൾ ആ വോട്ട് ബാങ്കുകൾ വളരെ കൃത്യമായി, സാധാരണ മണ്ഡലങ്ങളിലൊക്കെ അത് കോൺഗ്രസിനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അവിടെ അങ്ങനെ സംഭവിക്കില്ല എന്നും അതിലെ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടുകളും, എന്ന് പറഞ്ഞാൽ എൻ ബ്ലോക്കായിട്ടല്ല, മഹാഭൂരിപക്ഷം വരുന്ന വോട്ടുകൾ എച്ച് സലാമിന് തന്നെ പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. രണ്ടാമത് അവർ വിചാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത് കൂടാതെ ഞാൻ പറയുന്നത് മുസ്ലിം സമുദായത്തിന് മാത്രമാണ്, മറ്റ് സമുദായങ്ങളിലൊക്കെ തന്നെയുള്ള CPM അണികളുടെ വോട്ടുകൾ അത് വളരെ ഇൻടാക്റ്റായി അവിടെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നും, G സുധാകരൻ എന്നോടുള്ള എതിർപ്പ് പോലെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള നിരവധി ആളുകളെ തിരികെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതുമാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പ്രതിരോധം അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമതൊരു വിശ്വാസം. അത്തരത്തിൽ പാർട്ടി വോട്ടുകൾ കൂടി കിട്ടുമ്പോൾ, ഈ വോട്ടുകൾ കൂടി ചേർക്കുമ്പോൾ അവിടെ ജയിക്കാനുള്ള വലിയ സാധ്യതകളുണ്ട്. ഇനി ഇത് രണ്ടിനും അപ്പുറത്തേക്ക് ഈ എച്ച് സലാം എന്ന് പറയുന്ന കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് 10 കൊല്ലമായി G സുധാകരനെ പോലും മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു എച്ച് സലാം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചിരുന്ന അദ്ദേഹമാണ്. അപ്പോൾ നിരവധി വർഷങ്ങളായി ആ ആലപ്പുഴയിൽ തന്നെ വളരെ പരിചയമുള്ള, നിരന്തരമായി വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ആളുകളുമായിട്ടൊക്കെ ഒരു വലിയ വ്യക്തിബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരാളാണ് എച്ച് സലാം എന്ന് പറയുന്നത്. അദ്ദേഹം സാധാരണ
ഒരു നേതാക്കന്മാരുടെ പോലെ അല്ലെങ്കിൽ ഒരു CPM നേതാക്കന്മാരുടെ പോലെ ഒരു വളരെ ധാർഷ്ട്യത്തോടുകൂടിയോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഉറച്ച ശബ്ദത്തിലോ വളരെ കരുത്തുറ്റ ഈ പറയുന്ന കർക്കശമായ നിലപാടുകളൊന്നും എടുക്കുന്ന ഒരാളല്ല. അദ്ദേഹം ആളുകളോടൊക്കെ വളരെ സോഫ്റ്റായി സംസാരിക്കുകയും വളരെ സാധാരണ പോലെ ഇടപഴകുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ അഡ്വാൻറ്റേജ് അദ്ദേഹത്തിനുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു മോശം അർത്ഥത്തിലല്ല ധാർഷ്ട്യം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നാസർ രാഘവനെ ചെന്ന് പരിചയപ്പെടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും. അദ്ദേഹമാണ് ജില്ലാ സെക്രട്ടറി. പക്ഷേ അത്തരത്തിലുള്ള ഒരു സ്റ്റിഫ്നെസ് ഒന്നും ഫീൽ ചെയ്യാത്ത വളരെ ലളിതമായ ആളുകളോട് സംസാരിക്കുന്ന ഇടപഴകുന്ന കുറേ കൂടി സുഹൃത്ത് വലയങ്ങളെയൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാണ് സലാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ചേർത്ത് വെക്കുമ്പോൾ അത്തരത്തിൽ ഒരു ജി സുധാകരനെ പിടിക്കാൻ കഴിയുന്ന വോട്ടുകൾ എന്ന് ഒരു 10,000-10,000 വോട്ടുകൾ ഉണ്ടെങ്കിൽ കൂടി അതിൽ പോലും നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങൾ ചെലുത്തിക്കൊണ്ട് വലിയ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ സലാമിന് കഴിയും എന്നുള്ളതാണ് CPMൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് CPM വിചാരിക്കുന്നത് ഒരു വലിയ മാർജിനിലൊന്നുമല്ലെങ്കിലും ചെറിയ മാർജിനിലെങ്കിലും സലാം എന്ന് പറയുന്ന നിലവിലൊത്ത അവിടുത്തെ MLA ജയിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഇത് പറയാൻ കാരണമെന്ന് പറയുന്നത് എൻ്റെ ഒരു അനാലിസിസ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ജി സുധാകരനാണുള്ള സാധ്യതകൾ കൂടുതലെന്നാണ്. പക്ഷേ CPMൻ്റെ അനാലിസിസിൽ അല്ലെങ്കിൽ CPMൻ്റെ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള മെറ്റിക്കുലസ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ കണക്കെടുപ്പുകളിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയാവുന്ന ഒരു മണ്ഡലമായി അമ്പലപ്പുഴ മാറിയിട്ടില്ല. പകരം ഇപ്പോഴും ഒരു ടൈറ്റ് ഫൈറ്റ് നിലനിർത്തുന്ന മണ്ഡലങ്ങളിലൊന്നായി അമ്പലപ്പുഴ മാറിയിട്ടുണ്ടോ എന്ന് പറയുന്ന സംശയമാണ്. പക്ഷെ അപ്പോൾ പോലും ഞാൻ പറയുന്നു, BJPയുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ തീരെ അപ്രസക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടാതെ BJPയുടെ വോട്ടുകൾ വലിയ തോതിൽ ജി സുധാകരന് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജി സുധാകരൻ ജയിക്കും. പക്ഷെ അപ്പോൾ പോലും സലാമിന് നമുക്ക് എഴുതി തള്ളാറായിട്ടില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത്.